ഹലോ, അപ്പൊ നമ്മളങ്ങനെ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ മലയാളത്തിന്റെ യുവനടൻ മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ള ടർബോ എന്ന് പറഞ്ഞ മൂവിയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. ഇന്ന് 9 മണിക്കാണ് ട്രെയിലർ വന്നത്. ദുബായ് വെച്ചിട്ടൊക്കെ ആയിരുന്നു ട്രെയിലർ ലോഞ്ച് ഉണ്ടായിരുന്നത്. അപ്പോൾ ട്രെയിലർ ജസ്റ്റ് ഡ്രോപ്പ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിന്റെ റൈറ്റർ എന്ന് പറഞ്ഞത് മിഥുൻ മാനുവൽ തോമസ് ആണ്. നമ്മുടെ ഓസ്ലറൊക്കെ അബ്രഹാം ഓസ്ലറൊക്കെ ചെയ്ത ആളാണ്. ആടൊക്കെ ചെയ്ത ആളാണ് ഇതിന്റെ റൈറ്റർ. ഇതിന്റെ ഡയറക്ടർ വൈശാഖാണ്. ഇഷ്ടംപോലെ പടം ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടിനെ വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. മധുരരാജ, അതുപോലെ മോഹൻലാലിനെ വെച്ചിട്ട് മോൺസ്റ്ററൊക്കെ ചെയ്ത ആളാണ് വൈശാഖ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അധികമൊന്നും വർത്താനം പറയണില്ല. നമുക്ക് വേഗം എന്താണ് ഈ 73കാരൻ കാഴ്ച വെച്ചിട്ടുള്ളത്, ഈ വൈശാഖ് എന്ന് പറഞ്ഞ ഡയറക്ടർ മമ്മൂട്ടിനെ വെച്ചിട്ട് ഈ പുതിയ പടത്തിൽ എന്തൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എന്തായാലും വേഗം ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോ നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ടർബോ ജോസ് അല്ല പിന്നെ ഡ്രിഫ്റ്റിംഗ്. ഓ ഓ ഓ അമ്പു ഓ രാജ്ബി ഷെഡ്ഡി. ഷെഡ്ഡി അല്ലേ, ഷെട്ടി. അമ്പോ എന്തപ്പ കസാലിത് കാട്ടിന്ന്. അടി മാത്രമേ ഉള്ളൂ. കൊറേ ചേസിങ്ങും കാര്യങ്ങളൊക്കെ നിൽക്കാം. ചാതി ഷോട്ടാണത്. ആ ആ ആ അതാണ് കമ്മിങ് സൂൺ. 23-ാം തീയതി ഇത് പൊളിക്കും. 23-ാം തീയതി 73കാരനായ യുവനടന്റെ അഴിഞ്ഞാട്ടം കാണാം തിയേറ്ററിൽ. ഇതൊരു തിയേറ്റർ പുലിക്കളുടെ ഐറ്റാണ്. അതായത് നമ്മൾ ഭീഷ്മ പർവ്വമൊക്കെ കിട്ടിയില്ലേ, അതുപോലത്തെ കുറെ സ്വാഗുള്ള. എന്നാ പക്ഷെ ഭീഷ്മപർവ്വം അങ്ങനെയല്ല. അതായത് ഒരു കോമഡി എന്നുള്ള രീതിക്ക് പോവില്ല. ഫുൾ സീരിയസ് പിടിച്ചിട്ടുള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പക്ഷെ ഇതിലങ്ങനല്ല. ത്രൂ ഔട്ട് ഒരു സീരിയസ് ക്യാരക്ടർ അങ്ങനൊന്നല്ല. കോമഡിയും ഉണ്ടാവും. അത് നമുക്ക് ട്രെയിലറിൽ തന്നെ കുറെയൊക്കെ കാണാണ്ട്. ഇതിലത്തെ ഫൈറ്റുകള് ഒരു രക്ഷയില്ല. പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ള ക്യാമറ ആംഗിൾസ്. അമ്പമ്പോ മറ്റേ മോട്ടോ ബോട്ടൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കുറെ സീനുകൾ ഉണ്ട് തോന്നുന്നുണ്ട്. കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു. ഭീഷ്മ പർവ്വത്തിൽ ഉണ്ടായിരുന്നല്ലോ അങ്ങനത്തെ കുറെ ഷോട്ടുകൾ. ആ ഒരു ഫാക്ടറിയിലെ ആ ഒരു വെയർ ഹൗസിലൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫൈറ്റ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ കുറെ ഷോട്ടുകൾ. ആ ഒരു ബസ്സിൽ നിന്നൊരു ഗണ്ണിന്റെ ഒരു ഷോട്ട് ഉണ്ട്. അത് സീൻ ഷോട്ട് ആയിരുന്നു. ഗണ്ണിന്റെ ഒപ്പം ക്യാമറ തിരിയുന്ന ആ ഒരു ഷോട്ട് ഉണ്ടല്ലോ, അത് അടിക്കല്ല ഇഷ്ടമായി ആ ഷോട്ട്. ഇതിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഫൈറ്റ് സീൻസ് ഒന്നും ഒരു രക്ഷയില്ല. എന്താ പറയാ, കുറെ സ്ലൈഡ് ചെയ്തിട്ട് പോണ കുറെ ഷോട്ടുകൾ കണ്ട്. പിന്നെ ഒരാളെ മേലെ കൂടെ മറിയണമൊക്കെ കണ്ടു. ഒരു 73 വയസ്സായിട്ടുള്ള ആളാന്ന് ആലോചിക്കണം. ഡ്യൂപ്പാണോ എന്തോന്ന് അറിയില്ല. കാരണം ആവാൻ ചാൻസ് ഇല്ല. കാരണം കുറെ മുറിവൊക്കെ ആയി, എത്രയോ മുറിവൊക്കെ ആയിണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു മമ്മൂക്ക. മറ്റേ ബ്രഹ്മയുഗത്തിന്റെ ഒരു പ്രൊമോഷനിൽ അങ്ങനെ എന്തോ ആണെന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു വീഡിയോ എന്തോ കണ്ടിരുന്നു. അപ്പോ അത്യാവശ്യം പണിയെടുപ്പിച്ചിരിക്കുന്നു. അത് വെറുതെ ആവൂല, നമുക്ക് തിയേറ്ററിൽ കാണാം. പിന്നെ അത് മാത്രല്ല, മമ്മൂക്ക ആളുടെ 100% പടത്തിന് ഇടാൻ തയ്യാറുമാണ്. നമ്മള് ത്രൂ ഔട്ട് ഈ ഒരു വർഷമൊക്കെ, കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ കണ്ടതാണ്.
ആളെന്നുള്ള ഫിലിമിന്റെ ലൈനപ്പുകൾ കണ്ടതാണ്. ഇനി വരാനിരിക്കുന്ന കുറെ ഐറ്റംസ് അതുണ്ട്. അപ്പൊ എന്തായാലും അടിപൊളി ഒരു ട്രെയിലർ ആയിരുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ അറിയിക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു ട്രെയിലറിന്ന് അറിയിക്കുക. 23-ാം തീയതി നമുക്ക് എന്തായാലും അപ്പൊ തിയേറ്ററിൽ കാണാം എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ. ബാക്കിയൊക്കെ കഥ എങ്ങനെ ഉണ്ടാവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് തിയേറ്ററിൽ കണ്ടറിയാം. ഇതില് മെയിൻ വില്ലനായിട്ട് രാജ്ബി ഷെട്ടിയാണ്. പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത് കാറിന്റെ കുറെ ചേസിങ് രംഗങ്ങളും കുറെ ഡ്രിഫ്റ്റിങ് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു. ഇപ്പൊ ഈ ട്രെയിലർ കുറെ കട്ടുകൾ കാണിച്ചു. അതൊന്നും പിന്നെ പറയണ്ട, അത് ആരാണ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതൊന്നും പറയണ്ട. അതൊന്നും ഡ്യൂപ്പിന് വെക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ റൊഷാക്കിലൊക്കെ കണ്ടതാണ് കുറെ ഡ്രിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ മസ്താങ്ങൊക്കെ വെച്ചിട്ട്. അപ്പോ അതൊന്നും പിന്നെ വേറെ ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്തോളും. അപ്പോ അങ്ങനത്തെ കുറെ ചേസിങ് സീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ ട്രെയിലറിൽ കാണാനുണ്ട്. അപ്പൊ എന്തായാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് ഫിലിം ഇറങ്ങിയിട്ട് സംസാരിക്കാം. എന്തായാലും എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ട ഒരു ട്രെയിലറാണ്. ഇനിയിപ്പോ അധികം സമയമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഫിലിം വരും. അപ്പോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.